ഹായ്, ലൈവ് ഗാർഡൻസിൽ നിന്നാണ്. പക്ഷെ ഇന്ന് ലൈവ് ഗാർഡൻസിനകത്തല്ല, ലൈവ് ഗാർഡൻസിന് പുറത്താണ് കേട്ടോ. ഞാനിപ്പോ വന്ന് നിൽക്കുന്നത്, ചേട്ടാ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? അബുഹില് ഹോർലൻസിൽ. ഇത് പ്രവീണേട്ടൻ. ഈ പ്രവീണേട്ടന്റെ ബാച്ചിലേഴ്സ് റൂം ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരുന്നില്ല. ഇതൊരു ബാച്ചിലേഴ്സ് റൂമാണ്. ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ ഇട്ടുതരാം. പിന്നെ ലൈവ് ഗാർഡൻസിൽ നിന്ന് പുള്ളിക്കാരൻ ആഴ്ച തോറും പ്ലാന്റ്സുകൾ മേടിച്ചുകൊണ്ട് പോകുന്ന കാണാറുണ്ട്. അപ്പൊ ഇത്രയധികം പ്ലാന്റ്സ് ഇദ്ദേഹം എവിടെയാ സൂക്ഷിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹം ചോദിച്ചപ്പോ എനിക്ക് പുള്ളി കുറച്ച് വീഡിയോസ് കാണിച്ചു തന്നു. അപ്പൊ അന്ന് മുതൽ എനിക്കൊരു കൗതുകം തോന്നി, അദ്ദേഹത്തിന്റെ വീടൊന്ന് വിസിറ്റ് ചെയ്യണം. അപ്പൊ അത് ഒന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ടോട്ടലി ഞാൻ അങ്ങ് എക്സൈറ്റഡ് ആയിപ്പോയി. കാര്യം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയാം. അത്രത്തോളം ഇതൊരു നല്ലൊരു ബാച്ചിലേഴ്സ് റൂം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ബാച്ചിലേഴ്സ് റൂമുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റൂമുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചോളൂ. അടുത്ത വീഡിയോസ് ചിലപ്പം നിങ്ങളുടെ ഫ്ലാറ്റില് നമുക്ക് ഇതേപോലെ പ്ലാന്റുകൾ നമുക്ക് നമ്മുടെ ലൈവ് ഗാർഡൻസ് വഴി എല്ലാവരെയും അറിയിപ്പിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന് നല്ല ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം കെയർ ചെയ്ത് പ്ലാന്റ്സുകളെല്ലാം നമ്മുടെ ഇൻഡോറിൽ പല പ്ലാന്റ്സുകളും നശിച്ചു പോകുന്നത് പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷെ ഇതിനകത്തൊരു എയർ ഹോളോ സൂര്യപ്രകാശമോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഇദ്ദേഹം എല്ലാ പ്ലാന്റ്സുകളും എന്താണ്ട് പച്ചീറ, മണി ട്രീ, അതുപോലെ ഇംഗ്ലീഷ് ഐവി എന്ന് വേണ്ട എല്ലാ പ്ലാന്റ്സുകളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കെയറിങ് കൊടുത്ത് പക്കയായിട്ട് പുള്ളി എല്ലാം ഒരു കേടുപാടും കൂടാതെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ കൂടെ താമസിക്കുന്ന ആൾക്കാർ, അപ്പൊ അവര് ഇതിനോട് എങ്ങനെ യോജിക്കും? എല്ലാവരും സപ്പോർട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ജോലി കഴിഞ്ഞ് റിലാക്സ് ചെയ്യും. ആൾക്കാരെ നാട്ടിൽ വിളിക്കുമ്പോൾ മക്കൾക്കൊക്കെ കാണിക്കും. അത് കാണുമ്പോൾ ഒരു സന്തോഷം. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്സ്. അതാണ് അവര് നാട്ടിലേക്ക് വിളിച്ച് മക്കൾക്കൊക്കെ കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അതാണ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ റിലാക്സേഷൻ. അതാണ് മെയിൻ. അതാണല്ലോ നമ്മളിപ്പോ വർക്ക് കഴിഞ്ഞ റൂം ഒരു മൂടോട്ടേക്ക് ഇരിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഒരു ഒന്നിങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടാവും. പ്ലാൻസ് നമുക്ക് സന്തോഷം തരുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പ്രവാസികളാണ്. നിങ്ങളും ഇതുപോലെ ഇദ്ദേഹത്തെ പോലെ പ്രവീണേട്ടനെ പോലെ നിങ്ങളുടെ റൂമും ഇതുപോലെ കാടാക്കി എടുക്കാൻ ശ്രമിക്കുക. നന്ദിയുണ്ട് കേട്ടോ. കാര്യം ഞാൻ നന്ദി പറയുന്നത് വേറെ കൊണ്ടല്ല, ലൈവ് ഗാർഡൻസിൽ നിന്നുള്ള പ്ലാന്റുകളാണ് ഇവിടെ മൊത്തം. ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഈ ഇരിക്കുന്ന റൂഫിലെ ഈ ആർട്ടിഫിഷ്യൽ ആയാലും ഈ ലൈവ് പ്ലാന്റ്സ് ആയാലും എല്ലാം നമ്മുടെ ലൈവ് ഗാർഡൻസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനെ തേടി എത്തിയത് കേട്ടോ.